നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ജനക്ഷേമ പദ്ധതികൾ ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഏറ്റവും പ്രധാനമായും ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ, ശമ്പള പരിഷ്കരണം, ഇവയിലൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാനും സാധ്യത ഏറെയാണ്. തിരുവനന്തപുരത്ത് നിന്നും അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ സാധാരണഗതിയിൽ ഈ ബജറ്റ് അവതരണം എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും. എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അതാ പ്രത്യേക സാഹചര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പ് വർഷമാണ്. കേവലം 100 ദിവസത്തിന് താഴെ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ എന്തായാലും സാമ്പത്തിക ബുദ്ധിമുട്ട്, സാമ്പത്തിക ഞെരുക്കമെന്നൊക്കെ പറയുമ്പോഴും ഒരു ജനപ്രിയ ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടത്താൻ തന്നെയല്ലേ സാധ്യത? ഗുഡ് മോർണിംഗ്. ലിൻ സൂചിപ്പിച്ച പോലെ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴുള്ള ഒരു ബജറ്റ്, അതൊരു സർക്കാരിൻ്റെ അവസാന ബജറ്റ്, പടിയിറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ബജറ്റ് ഉറപ്പായും ഒരു ജനക്ഷേമ ബജറ്റ് തന്നെയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. കാരണം തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയമാണ്, അടിമുടി പരാജയം ഏറ്റുവാങ്ങിയൊരു സർക്കാരാണ്. അതിനുശേഷം ഒരു 2 മാസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സർക്കാരിന് സ്വാഭാവികമായും ആ ജനങ്ങളിൽ നിന്നുള്ള ജനപ്രീതി വീണ്ടെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികളുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയേ പറ്റൂ. നടത്തിയാൽ മാത്രമേ ആ ഒരു നഷ്ടപ്പെട്ട ജനസ്വാധീനമൊക്കെ അതിൽ നിന്ന് കരകയറാൻ സർക്കാരിന് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്തവണ ഈ 9 മണിക്ക് ധനമന്ത്രി KN ബാലഗോപാൽ തന്റെ 6ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും നിരവധി മാജിക്കുകൾ ആ ബജറ്റിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റ് തന്നെയാകും. ഈ ജനക്ഷേമ പദ്ധതികൾ ഏറ്റവും വലിയ ആകർഷണം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇടതുമുന്നണി സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്ന 2500 രൂപ ക്ഷേമ പെൻഷൻ, സാമൂഹ്യ ക്ഷേമ പെൻഷൻ, അത് എത്രത്തോളം നടപ്പാക്കാൻ സാധ്യമാകുമെന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാണ് നമുക്കറിയാം 1600 രൂപയിൽ നിന്ന് 400 രൂപ ഒറ്റയടിക്ക് ഉയർത്തിയാണ് 2000 രൂപയാക്കിയത്. ആ രീതിയിലുള്ള ഒരു അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ 2500 ആക്കി മാറ്റുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. പക്ഷെ അത്രത്തോളം ഒന്നും എത്തിയില്ലെങ്കിൽ പോലും ക്ഷേമ പെൻഷനിൽ എന്തെങ്കിലും ഒരു വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം സ്ത്രീ സുരക്ഷാ പദ്ധതി നിലവിൽ 1000 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. അതിൽ കൂടുതൽ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതിന്റെ തടസ്സങ്ങളൊക്കെ നീക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നുണ്ട്. ഒപ്പം ജീവനക്കാർ നേടുന്ന സർക്കാർ ജീവനക്കാരുടെ വലിയ രീതിയിലുള്ള ക്ഷാമബദ്ധ കുടിശ്ശികയുണ്ട്. അതൊക്കെ തീർത്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം സർക്കാർ ജീവനക്കാരുടെ വലിയൊരു വോട്ട് ബാങ്കാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെ ഈ അവരുടെ പെൻഷൻ അഷ്യൂർഡ് പെൻഷൻ നടപ്പാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിൽ ഏത് രീതിയിലാകും ഈ അഷ്യൂർഡ് പെൻഷൻ നടപ്പാക്കും എന്നുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ ഈ ബജറ്റിനുള്ളിൽ ഉണ്ടാകുമായിരിക്കും. അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇതുവരെ തന്നെ വച്ചിട്ടില്ല സർക്കാർ. ഒരുപക്ഷെ ഈ ബജറ്റിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക. ഒരു വലിയൊരു വിഭാഗത്തെ കയ്യിലെടുക്കാൻ സർക്കാരിന് സാധിക്കും. ഇതൊക്കെ തന്നെ ജീവനക്കാരുടെ സാമൂഹ്യക്ഷേമ പദ്ധതി. പിന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്ന കർഷകരാണ്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ മലയോര കർഷകരെയൊക്കെ അഭിമുഖീകരിക്കുന്ന, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ മുന്നണിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അവരെ തിരിച്ച് അതിലേക്ക് ഇടതുമുന്നണി തന്നെ അടുപ്പിച്ച് നിർത്തുന്ന പല കാരണങ്ങളും. അതിൽ ഏറ്റവും പ്രധാന ഈ കർഷകരുടെ, അതിൽ റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി വലുതാണ്. സർക്കാരിന് മുന്നിലുണ്ട്. ഒരുപക്ഷെ റബ്ബറിന്റെ താങ്ങുവില ഉയർത്താനുള്ള സാധ്യതയുണ്ട്. 250 രൂപയാക്കണം എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ആ പ്രഖ്യാപനം ഇവിടെ ഉണ്ട്. ഇത്തവണ ഈ ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ കാർഷിക മേഖല ഊന്നൽ നൽകി, മത്സ്യത്തൊഴിലാളി മേഖലയിൽ അങ്ങനെ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമാക്കിയിട്ടുള്ള എല്ലാ വോട്ടർമാരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രായോഗിക നീതി, സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന ഒരു ക്ഷേമ ബജറ്റ്, ജനപ്രിയ ബജറ്റ് തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനപ്പുറത്ത് കടുത്ത സാമ്പത്തിക ഞെരുക്കം തന്നെയാണ് സർക്കാർ. പക്ഷേ സർക്കാർ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും സാമ്പത്തിക ഞെരുക്കത്തിൽ തന്നെയാണ് പോകുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പല ഗ്രാന്റുകളുമൊക്കെ വെട്ടിക്കുറിച്ചതിന്റെ കണക്കുകൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അത്തരത്തിലുള്ള പ്രതിസന്ധിക്കിടെ വമ്പൻ പദ്ധതികളുടെയൊക്കെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുമോ എന്നറിയില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ട് അത്തരത്തിലുള്ള വമ്പൻ പദ്ധതിയുടെയൊക്കെ പ്രഖ്യാപനങ്ങൾ, വികസന പദ്ധതികളുടെയൊക്കെ ഒരു പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വോട്ട് ലക്ഷ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ജനക്ഷേമ ബജറ്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള സാമ്പത്തിക വെല്ലുവിളിയൊന്നും തടസ്സമില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് നിരന്തരം ധനമന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയും ഈ ബജറ്റിൽ വലിയൊരു മാജിക് തന്നെയാകും നമ്മൾ പ്രതീക്ഷിക്കുക. കാരണം ഈ ബജറ്റിന്റെ തൊട്ട് തലേന്നാണ് ലിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്താ സമ്മേളനം നടത്തി കുറെ പ്രഖ്യാപനങ്ങൾ നടത്തി. വയനാടിലെ ദുരന്തം, ആ ദുരന്ത ബാധിതരുടെ വായ്പ അടക്കം എഴുതിത്തള്ളുകയും അത് ഈ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യുന്ന രീതിയിൽ അവരുടെ ബാധ്യതകൾ
വായ്പ അടക്കമുള്ള ബാധ്യതകൾ ഏറ്റെടുക്കാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് ഈ ബജറ്റിന്റെ കൂടി തലേ ദിവസമാണ്. കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അടക്കമുള്ളവ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ രീതിയിൽ എല്ലാ മേഖലകളിലും എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് തന്നെയും ഈ ബജറ്റിൽ അതിനപ്പുറത്തേക്കുള്ള പ്രഖ്യാപനങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ എല്ലാവരും കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ 9 മണിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പെട്ടിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലിജി.